കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായുള്ള ചർച്ചാ വിഷയമാണ് അമ്പിളി ദേവി ആദിത്യൻ ജയൻ വിവാഹം. ആദ്യ ഭർത്താവ് ലോവൽ ഇതിനെതിരായി രംഗത്തെത്തുകയും ആദിത്യനും അമ്പിളിക്കുമെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പ്രധാനമായും ലോവൽ പറഞ്ഞത് വർഷങ്ങളായി ആദിത്യന് അമ്പിളിയെ ഇഷ്ടമായിരുന്നതായും അയാളാണ് തങ്ങളുടെ കുടുംബജീവിതം തകർത്തതെന്നുമാണ്. എന്നാൽ ഇതിന് മറുപടിയുമായാണ് ആദിത്യനും അമ്പിളിയും മെട്രോ മാറ്റിനിയോട് പ്രതികരിച്ചത്. അമ്പിളി ദേവിയെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് താൻ വിവാഹം കഴിച്ചത്. അമ്പിളിയുടെ മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതവും ഈ വിവാഹത്തിനുണ്ട്. തന്നെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞ ശേഷമാണ് ഈ വിവാഹത്തിന് അവർ തയ്യാറായതും. എന്നാൽ ലോവൽ സീത എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ ചെന്ന് അമ്പിളി ദേവിയെ ഭീഷണിപ്പെടുത്തി. അതിന്റെ സംവിധായകനോട് അമ്പിളിയെ ആ സീരിയലിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതൊന്നും കൂടാതെ തിരക്കഥാകൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും ലോവലിന് ഈ കല്യാണം തടയാൻ കഴിഞ്ഞില്ലെന്നും ആദിത്യൻ പറഞ്ഞു. ലോവലിനേക്കാൾ വലിയ ആളുകൾ തനിക്കെതിരായി പ്രവർത്തിച്ചിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ച് താൻ ഇപ്പോഴും ജീവിക്കുന്നില്ലേ എന്നും ആദിത്യൻ ജയൻ ചോദിച്ചു. സ്വന്തം കഴിവില്ലായ്മ കൊണ്ട് ചിലത് നഷ്ടപ്പെടുമ്പോൾ അയ്യോ ആദിത്യൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് തന്റെ കഴിവാണെന്നും ആദിത്യൻ മെട്രോ മാറ്റിനിയോട് പറഞ്ഞു. ലോവല് വിചാരിച്ചാൽ തീരുന്നൊരു ജീവിതമല്ല എന്റെ. ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ ലോവല് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമൊന്നും അല്ല. ഇതിനേക്കാൾ വലിയ ആളുകൾ വിചാരിച്ചിട്ട് പോലും ഞാൻ ജീവിച്ചിരിക്കുകയാണ്. പിന്നെ അമ്പിളി ദേവിയെ ഞാൻ കല്യാണം കഴിച്ചിട്ട് തീരുമാനമെടുത്തിട്ടും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട അച്ഛൻ, അമ്മ, കഴിവക്കാരെ എല്ലാവരും ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ ഓൺലൈനിൽ വരുന്ന ന്യൂസ് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന കുറെ കാര്യം കാണുമ്പോൾ നമ്മൾ വിഷമിക്കുന്നുണ്ട്. അപ്പൊ അതിനോട് മറുപടി കൊടുക്കുന്നല്ലാതെ ഇതൊന്നും കണ്ട് നമുക്ക് നാളെ അമ്പിളി ദേവിയെ ഒഴിവാക്കാനോ അമ്പിളി എന്നെ ഒഴിവാക്കാനോ പോകുന്നില്ല. ഞാൻ അമ്പിളിയോട് നാളെ എന്തെങ്കിലും കാണിച്ചാൽ ഒരു അമ്പിളി എന്നെ ഒഴിവാക്കുക. അത് ഞാൻ കാണിക്കത്തില്ല. കാരണം എനിക്ക് ഇത്ര ഇഷ്ടമുള്ള കുട്ടിയാണ്. ഞങ്ങളുടെ പ്രായം ഞങ്ങൾ സ്നേഹിക്കുന്നത്, ഞങ്ങൾ ഇന്നും ഹാപ്പിയാണ്. ഞാൻ എന്റെ കൂടെ അടുത്ത അമ്പിളിയിരിക്കൊണ്ട് അയാളുടെ ലൊക്കേഷനില് ഞാൻ ചെന്ന് ഗുണ്ടകളെ വന്ന് അമ്പിളിയെ ഭീഷണിപ്പെടുത്തി. വായിച്ചു എന്നിട്ട് എറണാകുളം ചോറ്റാനിക്കര സ്റ്റേഷനില് കേസ് ഫയൽ ചെയ്തു അമ്പിളി ദേവി ഇയാൾക്കെതിരായിട്ട്. എന്നിട്ട് ഇയാൾക്കെതിരായിട്ട് കൊല്ലത്തുനിന്ന് എന്റെ ആളുകൾ പോയിട്ടാണ് ഇയാൾക്കെതിരെ സംസാരിച്ചത്, തെളിവ് കൊടുത്തത് എന്നല്ലേ പറഞ്ഞത്? കേട്ടാണല്ലോ അല്ലേ? തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ഇഷ്യൂല് സാക്ഷികൾ ആരാ പോകുന്നത്? കൊല്ലംകാരാണോ? തിരുവനന്തപുരത്ത് ആ സ്ഥലത്ത് എവിടെ വിഷയം ഉണ്ടായോ അവിടുത്തെ ആൾക്കാരെ പോകത്തുള്ളൂ അല്ലേ? അങ്ങനെ അതല്ലേ എന്റെ ന്യായമായ കാര്യം. ആ വ്യക്തി അവിടെ ലൊക്കേഷനില് ഞങ്ങളുടെ സംവിധായകൻ ഗിരീഷ് കോണിയെ വിളിച്ചിട്ട് ആക്ഷേപം പറഞ്ഞു. ഈ നടിയെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ ആ സീരിയലിൽ പോയി അഭിനയിക്കില്ല. രാജേഷ് പുത്തമ്പര എന്ന് പറയുന്നത് ഞങ്ങളുടെ റൈറ്ററെ കൈ വിട്ടും ചാടി വിട്ടു പുള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ വിളിച്ച് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ലൊക്കേഷനകത്തുള്ള സംവിധായകൻ, നിർമ്മാതാവ്, ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പോയിട്ട് ഇയാൾക്കെതിരായിട്ട് സംസാരിച്ചത്. സംസാരമല്ല, തെളിവ് കൊടുത്തത്. അല്ലാതെ ആദിത്യനല്ല. ഈ കയ്യിൽ നിന്ന് ചില സാധനങ്ങൾ സ്വന്തം കഴിവില്ലായ്മ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അയ്യോ ആദിത്യം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്റെ കഴിവാണത്. നമ്മൾ ഒരിക്കലും ഞാൻ ലോവലിനോട് ഞാൻ മോശത്തോടെ പെരുമാറിയിട്ടില്ല. ഞാൻ ഈ ലോവലിന് വേണ്ടി ഈ കുട്ടിയെ ഇത്രയും ബുദ്ധിമുട്ടിച്ചു. ഞാൻ ആ തെളിവോടെ കൂടി ലോവൽ എന്നോട് സമ്മതിച്ചു. ഈശ്വരദോഷം പറയും ലോവൽ എന്നോട് സമ്മതിച്ചു. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ സ്ത്രീകരണമോ അല്ലെങ്കിൽ എനിക്ക് വേറൊന്നുമില്ല. 2009 തന്റെ വിവാഹം നടന്നത്. 2015 ഒക്ടോബറിൽ ഡിവോഴ്സായി. ലോവലിനോട് ഒരിക്കൽ പോലും താൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല. അമ്പിളിയെ കഷ്ടപ്പെടുത്തിയത് തെളിവ് സഹിതം ലോവൽ തന്നോട് തുറന്നു സമ്മതിച്ചിരുന്നതായും ആദിത്യൻ വ്യക്തമാക്കി. അമ്പിളി ദേവി തനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ലെന്നും ആദിത്യൻ മെട്രോ മാറ്റിനിയോട് വ്യക്തമാക്കി. എന്നാൽ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുള്ളതായും താൻ അനുഭവിച്ചതൊന്നും മുഴുവനായി പറഞ്ഞിട്ടില്ലെന്നും അമ്പിളി ദേവിയും പ്രതികരിച്ചു. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്നും അമ്പിളി ദേവി മെട്രോ മാറ്റിനിയോട് പറഞ്ഞു. സത്യസന്ധമായിട്ട് നടന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമില്ല. ഇതോടെ ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.